ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, ലോകത്തെ ഞാൻ എണ്ണുന്നില്ല, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, ലോകത്തെ ഞാൻ എണ്ണുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ. ഒരുമിച്ച് പാടിക്കേ. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴാകള ഞങ്ങൾക്ക് ഇടുക, ഏഴാകള. Holy Father, thank you for this lovely day that you generously had to worship you. Thank you for the mighty wave. Thank you for the mighty rain that you generously showered upon us. Let us be under that grace again, Lord Jesus. Open our hearts to listen thy word. In Jesus' name we pray. Everybody shout and say amen. Shout up and say once again. Hallelujah. For a short meditation, just turn our attention to the book of Luke chapter 17. Yeah, 7, 8, 9, 10. ഈ 4 വാക്യങ്ങളാണ് വായിക്കേണ്ടുന്നത്. I hope it will display on the screen and someone can read it loud and read it. ആർക്കെങ്കിലും ഒരാൾ വായിച്ചോട്ടെ. Yep. Jesus was explaining his kingdom concept, how far he is expecting from each one of us. So ഇന്ന് നമ്മളൊരു മിഷൻ ചിന്തയിലേക്ക് പോവുകയാണ്. I'll use hybrid, both Malayalam and English. എന്തെങ്കിലും അധികം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ you can ask the later with your pastor or if I'm here. യേശു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രതീക്ഷ പഠിപ്പിക്കുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകുകയോ മേയ്ക്കുകയോ ചെയ്യുന്നൊരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. രാവിലെ ഇസ്രായേലിൽ ഏർലി ഇൻ ദ മോർണിംഗിൽ ഒഴുകുകയും മേയ്ക്കുകയും ചെയ്യാൻ പോകണം. ടു പ്ലവ് ദ ലാൻഡ് ആൻഡ് ടു സോ ദ സീഡ്. അത് വെരി ഏർലി മോർണിംഗിൽ പോകണം. ബൈ ദ ബൈ, ഞാൻ ഈ പ്രസംഗം പറയുന്ന എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി 1-2 ക്യൂസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കും. അത് ഞാനിങ്ങനെ ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ലോകത്താദ്യം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ജപ്പാൻ ഇസ് ദ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. എൻ്റെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാ? ഇന്ത്യയിൽ സൂര്യൻ ഇല്ലയോ? ആ ഞാനൊരു ക്ലൂ തരാം. ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, ആ സ്റ്റേറ്റിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. കേട്ടില്ല? ഉദയ്പൂർ. ഓക്കെ, വളരെ അടുത്ത് വന്നിട്ടുണ്ട്. താങ്ക് യു. അരുണാചൽ പ്രദേശ്. ഓക്കെ, അത് വിട്ടേരെ, ഞങ്ങൾക്ക് രണ്ടും വലിയ പിടിയില്ല. ഈ US എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്?
8 o'clock in the morning. Thank you. ഞങ്ങൾ എഴുതേക്കപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്. ഓക്കെ, ഇസ്രായേലിൽ ഏർലി മോർണിംഗ് ഒരു കർഷകൻ തൻ്റെ സ്ഥലത്തേക്ക് പോകണം. ഒരു ദാസൻ ഹിമസ് പോയിട്ട് അവൻ അതികഠിനമായി, ഐ എം ഫ്രം കുട്ടനാട് വേർ ദസ് ലാൻഡ് ഓഫ് പാഡീസ്. അപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ തോർത്തൊക്കെ എടുത്ത് ഈ കാല് മുഴുവൻ ചെളിയിലായി, ദേഹത്ത് ഒക്കെ ചെളി പരണ്ടിട്ട് കാളകൾ ഇങ്ങനെ മുമ്പേ പോകുന്നു, പുറകിന് ഇപ്ലവുമായി കർഷകൻ ഇങ്ങനെ വരികയാണ്. വരുമ്പോൾ വിൽ ഹിസ് മാസ്റ്റർ സേ കം ആൻഡ് ഹാവ് ദ ഡൈൻ വിത്ത് മീ? വിൽ ഹി സേ നോ? അങ്ങനെ പറയത്തില്ല. ദെൻ വാട്ട് ഹിൽ സേ? നീ കുക്ക് ദ ഫുഡ്. അപ്പോൾ ഇസ്രായേലിൽ പ്രധാനമായി 2 ഫുഡാണ് ഉള്ളത്. ഒന്ന് ബ്രഞ്ചും 2 ഡിന്നറും. ഒന്ന് ലഞ്ചും അത് വളരെ ലൈറ്റായിട്ടാണ് കഴിക്കുന്നത്. അവർ ഡിന്നർ ഹെവി ആയിട്ടാണ് കഴിക്കുന്നത്. ആകെ ശരിക്കും ഒരു നേരമേ കഴിക്കാവൂ എന്നാണ് ഇന്ത്യയുടെ ശാസ്ത്രം. ഒരു നേരമേ കഴിക്കാവൂ. ഏക് ഭുജിതേ യോഗി, ഒരു വട്ടം കഴിക്കുന്നവനാണ് യോഗി. ദ്വിഭുജിതേ 2 times in a day. ഹീ ഈസ് ഭോഗി, അവൻ ഒത്തിരി ആഹാരപ്രിയനാണ്. ത്രിഭുജിതേ, അവനെ വിളിക്കുന്നത് രോഗിന്നാ. ഒരു ദിവസം 3 വട്ടം കഴിക്കുന്നവനെ രോഗിന്നാ. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, അങ്കിളെ ഞാൻ 4 വട്ടം കഴിക്കുന്നെന്ന്. നിന്നെ രോഗി എന്നല്ല, നിന്നെ ദ്രോഹി എന്നാ വിളിക്കണ്ടേ, അല്ലേ? അല്ലാതെ എന്തോനാ സ്തോത്രം. അപ്പോൾ ഒരു വട്ടം കഴിക്കാം. ഇവരെ ഡിന്നർ ഹെവി ഡിന്നറാണ്. ഫ്രഷ് വെജിറ്റബിളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അവൻ നല്ല ഫുഡൊക്കെ കഴിച്ച് യജമാനന് കൊടുക്കണം. അതിൻ്റെ സിസ്റ്റം ഇതാണ്. ദ മാസ്റ്റർ വിൽ സ്ട്രെച്ച് ഹിസ് ഹാൻഡ് ആൻഡ് സെർവന്റ് വിൽ pour the water on his hands. After he washing, while he is dining, the servant should keep on serving. ഈ ആഹാരം കഴിക്കേണ്ടുന്നത് ഈ ദാസൻ്റെ ആവശ്യമാണ്. യജമാനൻ ആഹാരം കഴിക്കേണ്ട ആരുടെ ആവശ്യമാണ്? അതുവരെ കീപ്പോൺ. ഫൈനലി മതിയടാ എന്ന് നിർബന്ധിച്ച് പറയുന്നിടം വരെ അച്ഛാ ഇച്ചിരി വിളമ്പട്ടെ, എടുത്തുകൊണ്ട് വരട്ടെ. നോ നോ നോ, അങ്ങനല്ല, കീപ്പോൺ വിളമ്പിക്കൊണ്ടിരിക്കണം. റൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ യജമാനൻ, നമ്മുടെ ഇന്ത്യയിൽ ഈ നല്ല ആഹാരമാണെങ്കിൽ എന്തോ നന്ദിയുടെ സൂചന ഇന്ത്യയിൽ. സ്തോത്രം. ഞാൻ വെള്ളക്കാരോടെ പഠിച്ചതാണ്. എൻ്റെ കൂടെ കുറേ വെള്ളക്കാരുണ്ടായിരുന്നു. അപ്പം അറിയാതെ ഞങ്ങൾക്കൊരു അനാഥശാലയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അറിയാതെ ഒരു കുട്ടി ഇങ്ങനെ അവിടെ നിന്ന് കുറച്ച് വെള്ളക്കാർ ഇങ്ങനെ ആക്കുന്നുണ്ട്. സ്തോത്രം. നമുക്കത് വിട്ടില്ലെങ്കിൽ ആ വർഷം, അല്ലേ? റൈറ്റ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ദിസ് സെർവൻ ഷുഡ് നോക്ക് അറ്റ് ദ ഡോർ ആൻഡ് ഹീ must say to himself that I am an unprofitable servant. I have done what the Lord asked me to do. എന്നോട് കൽപ്പിച്ചതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആരാണ്? ഒരു ബിസിനസ്സിൽ 3 സ്റ്റാറ്റസ്. ഒന്ന്, 10 രൂപയ്ക്ക് മേടിച്ച പേന 8 രൂപയ്ക്ക് വിറ്റാൽ ഇറ്റ്സ് $2. ഓക്കെ, 10 മേടിച്ചത് 10 വിറ്റാൽ നോ ലോസ് ആൻഡ് നോ പ്രോഫിറ്റ്. ഈസ് നോട്ട് പ്രോഫിറ്റ്. ആൻഡ് 10 മേടിച്ചത് 12 വിൽക്കുമ്പം മാത്രമേ നമുക്ക് എന്തോ ഉള്ളൂ? പ്രോഫിറ്റ് ഉള്ളൂ. നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? അടുത്ത ചില നിമിഷം കൊണ്ട് നമ്മളത് വേഗം പറയാൻ തുടങ്ങുകയാണ്. സ്തോത്രം. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത ശേഷം എന്തോ പറയണമെന്ന്? പ്രയോജനമില്ലാത്തവനെന്ന്. അപ്പോൾ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ എന്തോ ചെയ്യണം? He works since early in the morning until late in the night. Then he count himself as a master എന്ന് വിളിക്കുന്നു എന്നുള്ളതല്ല. He have to say himself that I'm an unprofitable servant. Then how we can be a profitable servant? ഇതാണ് നമ്മുടെ ചിന്ത. എന്താണ് ഈ പ്രോഫിറ്റബിളിൻ്റെ പരിപാടി? സ്തോത്രം. യേശുവിൻ്റെ കിങ്ഡം കൺസെപ്റ്റ് യേശു പറയുമ്പോൾ യേശു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, if someone calls you, walk a mile, go with him. Come on, 2 mile. Christianity is actually a 2-mile journey. The first journey starts from the യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ശരിക്കും അത് കാണുന്നത് ഗലീലയിലെ കാനാവിൻ്റെ കല്യാണ വീട്ടിൽ മുതൽ ഏതാണ്ട് 15-ാം അധ്യായം വരെയാണ് യേശുവിൻ്റെ ഫസ്റ്റ് മൈൽ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ഫസ്റ്റ് മൈൽ, ദ മൈൽസ് ഓഫ് മിറാക്കിൾസ്. If there is no wine, no problem, Jesus is there. If there is no water, no problem, Jesus is there. If someone is sick, there is no problem, Jesus is there. If someone is died, there is no problem, Jesus is there. If there is no bread, no problem, Jesus is there to multiply. Christianity എപ്പോഴും രോഗസൗഖ്യത്തെയും എപ്പോഴും നമ്മളെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുകയും എപ്പോഴും നമ്മുടെ തലവേദന മാറ്റുകയും നമ്മുടെ നല്ല കാര്യം പറയുകയും. No, there is a second mile. The real Christianity starts from Garden of Gethsemane to Golgotha. കൂടെ നടന്ന ശിഷ്യന്മാർ, all his disciples fled. He became alone.
Even though he has the full authority, even though he still reminds us the God, he didn't perform any miracle there. ഒരത്ഭുതം ചെയ്യാത്ത, തനിക്ക് വേണ്ടിയും തൻ്റെ കൂടെ ഉള്ളവർക്കും വേണ്ടി ഒരത്ഭുതം ചെയ്യാത്ത, കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയ, the hardest word in the words, Father, why you? സ്വന്തം പിതാവ് പോലും കൈവിടപ്പെടുന്ന ക്രിസ്ത്യാനിറ്റിയുടെ സെക്കൻഡ് മൈൽ. എന്താണ് ഫസ്റ്റ് മൈൽ? അന്നത്തെ റോമൻ നിയമം അനുസരിച്ച് റോമൻ സോൾജർ ഹാവ് എ സ്പെഷ്യൽ പ്രിവിലേജ്. തൻ്റെ ലഗേജുമായി, തൻ്റെ ഭാരവുമായി താൻ നടന്നു വരുമ്പോൾ തനിക്ക് ഏത് റോമൻ സോൾജിയറിന്, ഏത് യഹൂദൻ്റെ മേലും തൻ്റെ ലഗേജ് എടുത്ത് തലേ വെച്ചിട്ട് പറയാം, യു ക്യാരി ആൻഡ് ഫോളോ മീ. And by default, as per the law of the land during that time, without any question, he must follow him for that 1 mile. Actually, അവൻ 2 മൈല് പോവായിരുന്നു. ബട്ട് നിയമപ്രകാരം എത്രനെ വിളിച്ചിട്ടുള്ളൂ? 1 മൈല് പോയാൽ മതി. എനിക്കിവിടെ എങ്ങനെ അത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പം ഓസ്റ്റിനിൽ നിന്ന് എവിടോട്ട് പോകണമെന്ന് വെച്ചോ, സാൻ അന്റോണിയോ, അതിനിടയ്ക്കുള്ള സ്ഥലം പറ പാസ്റ്ററെ. സാൻ മാർക്കോസ്, നിങ്ങളൊക്കെ പറയുന്നത് തന്നെ സ്വതന്ത്രം. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, പാസ്റ്റർ സാൻ മാർക്കോസ് വരെ പോകണം. അദ്ദേഹം എൻ്റെ കൂടെ വണ്ടിയെ കയറി സാൻ മാർക്കോസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞു, ഐ സോ ദ ബോട്ട്, പ്ലീസ് നീ എന്നെ വിളിച്ച സ്ഥലം കഴിഞ്ഞു, ഡ്രോപ്പ് മീ ഹിയർ. ആക്ച്വലി ഞാൻ എങ്ങോട്ട് പോവായിരുന്നു? ക്രിസ്ത്യാനിറ്റി ഈസ് എ 2 മൈൽ ജേണി എന്ന് പറഞ്ഞാൽ എന്താ? ബിഫോർ Eliezer living from his home, he had a prayer with God. Lord, I will ask for my water for myself. ഏത് പെൺകുട്ടിയാണോ ബ്രൈഡൽ പോസ്റ്റിലേക്ക് വരേണ്ടുന്നത്, she must serve the water not for me only but for my camels. ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയുള്ളൂ? എനിക്ക് വേണ്ടി മാത്രം. ഒരാൾ ഒറ്റയടിക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുമായിരിക്കും? I'm from the Middle East, I'm from the Dubai. സോ അവിടെ ഒരാൾ കുടിച്ചാൽ ഒറ്റയടിക്കാൻ കുടിച്ചാൽ മാക്സിമം കുടിച്ചാൽ 1 ലിറ്റർ വെള്ളം കുടിക്കും. ബാക്ട്രിയ ക്യാമൽ എന്ന് പറയുന്ന സെൻട്രൽ ഏഷ്യയിലെ ക്യാമൽ, ആ ടൈപ്പ് അറ്റ് എ ടൈം 900 ലിറ്റേഴ്സ് വാട്ടറാണ് ഒറ്റയടിക്ക് കുടിക്കുന്നത്. അത്തരെണ്ണത്തിലെ 10 എണ്ണത്തെയും കൊണ്ട് ആര് പോയേക്കുന്നേ? എലിയാസർ. ഷീ സെഡ്, വെയിറ്റ്, നീയും കുടിക്ക. പറ, രോഗസൗഖ്യം നല്ലതാ, തലവേദന മാറുന്നത് നല്ലതാ, നല്ല ജോലി നല്ലതാ, ഇൻക്രിമെൻ്റ് നല്ലതാ. എന്നാൽ അതിനപ്പുറത്ത് ക്രിസ്ത്യാനിറ്റിയുടെ റിയൽ സെക്കൻഡ് മൈൽ ഉണ്ടെന്ന് തിരിച്ചറിയണം. ഒരു സെക്കൻഡ് മൈൽ ജേണി ഉണ്ടെന്ന്. ഈ ക്യാമലിൻ്റെ പ്രത്യേകത, പിന്നീട് അടുത്ത 1000-1200 കിലോമീറ്റർ വിത്തൗട്ട് നെക്സ്റ്റ് ഫില്ലിംഗ് ഇറ്റ് ക്യാൻ വാക്ക്. ചിലതിനൊക്കെ ചോദിച്ചത് എലിയാസറിന് വേണ്ടി മാത്രമാണ്. ഇപ്പം നമ്മൾ ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ഒന്നുകൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഫാദർ സെഡ്, ജോസഫിനോട് പറഞ്ഞു, ടേക്ക് ദിസ് ബ്രെഡ് ആൻഡ് ദേ ആർ ഇൻ ഷേഖേം, ഗോ ആൻഡ് ഷെയർ ദിസ്. വെൻ ഹി റീച്ച് ദെയർ, ദ എക്സാക്ട് പ്ലേസ്, അവനോട് ഒരു പോയിന്റ് കാണുകയാണ്, ഷേഖേം. അവിടെ അന്വേഷിച്ചപ്പോൾ എന്തില്ല? അവിടെ ഇല്ല. അപ്പൻ പറഞ്ഞു എവിടം വരെ പോയാൽ മതി എന്നാണോ അപ്പൻ പറഞ്ഞേ? അല്ല, ഷേഖേമിൽ സഹോദരന്മാരുണ്ട്, അവിടെ കൊണ്ടുപോയി അപ്പം കൊടുപ്പിൻ. ലിസൺ വൺസ് അഗെയിൻ, നീ ഷേഖേം വരെ പോകാനല്ല പറഞ്ഞത്. ഷേഖേമിൽ സഹോദരന്മാരുണ്ട്, അവിടെ കൊണ്ടുപോയി എന്ത് എടുക്കണം? ഷെയർ ദിസ് ബ്രെഡ്. When he reached at the place of Shechem, he didn't see anyone. Then he made inquiry. Then he came to know that they are feeding the flock in Dodan. ഈ ഷേഖേമിൽ നിന്ന് ദോദാൻ കുറച്ചുകൂടെ വെരി ഫാർ പ്ലേസ് ആണ്. അവനോട് പറഞ്ഞത് ഷേഖേമിൽ പോകാനല്ല, അപ്പം കൊടുക്കാനാണ്. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ആ സെക്കൻഡ് മൈൽ അവൻ നടന്നു പോയതുകൊണ്ട് his brothers placed him in a dungeon and they sold him. ഞാൻ ചോദിക്കുന്നു, ജോസഫേ, who said to walk up to there? നിന്നോട് പറഞ്ഞില്ലല്ലോ 2 മൈൽ വരെ പോകാൻ. അപ്പൻ പറഞ്ഞത് ഷേഖേം വരെയല്ലേ? then who said to walk? നീ അവിടെ വരെ പോകാൻ ആര് പറഞ്ഞു? ബ്രൈഡൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്
കണക്കെടുക്കുമ്പം ദൈവത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടി എന്ന് പറയുന്നതല്ല, എന്തൊക്കെ കൊടുത്തു എന്ന് പറയുന്നതാ. പ്രതിഫല ദിവസം പ്രതിഫലം കിട്ടുന്നത് കർത്താവിൽ നിന്ന് എന്തൊക്കെ പ്രാപിച്ചു എന്നുള്ളതിനല്ല, കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെലവഴിച്ചു എന്നുള്ളത് മനസ്സിലാകുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. Every life beneath the sun, God placed a certain very specific talent each one. ഒരു താലന്തും ഇല്ലാതെ ദൈവം ആരെയും ഭൂമിയിൽ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ പറയുന്നില്ലല്ലോ. ബേസിക്കലി ആം എ ടീച്ചർ. ഞാനിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കും. സ്വത്രം മോനൊന്ന് പറഞ്ഞേ മോനെ, ഒരു ടാലന്റും ഇല്ലാതെ ദൈവം ആരെയും ഭൂമിയിൽ പറ. ഈവൻ ഫോർ എ സിമ്പിൾ വേം അതിങ്ങനെ പിടിച്ചു പോവുക. എങ്ങോട്ടാണെന്നറിയാമോ? ഒരുത്തൻ ദൂത് പറഞ്ഞിട്ട് നാശം കാണാനിരിക്കുക. യോന അവൻ്റെ ആവണക്കിനെ ഉണക്കാൻ വിട്ട പുഴുവും, ബിലയാമിനോട് ദൂത് പറഞ്ഞ കഴുതയും, ഏലിയാവിരുന്നിടത്ത് അപ്പമെത്തിച്ച കാക്കയും ദൈവനിയോഗമായിരുന്നെങ്കിൽ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മേൽ ദൈവസഭയ്ക്ക് വേണ്ടി, ഈ ദേശത്തിനു വേണ്ടി ദൈവം ചില നിക്ഷേപങ്ങളെ തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് പറ. വായ് തുറന്നൊന്നുകൂടെ പറഞ്ഞാട്ടെ. നല്ല വായ് തുറന്നൊരു സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ലോർഡ്, നീ എനിക്ക് തന്ന ഭർത്താവ്, നീ എനിക്ക് തന്ന കുഞ്ഞ്, കർത്താവേ നീ എനിക്ക് തന്ന ഭാര്യ. അങ്ങനെ ഒരു വാക്യമില്ലയോ? ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ ദൈവത്താൽ. അങ്ങനെ ഒരു പാട്ടൊക്കെ ഇല്ലയോ? എൻ്റെ ഫ്രിഡ്ജിൽ ആഹാരം കുറയുകയില്ല, എൻ്റെ ATM-ൽ കാശ്. സ്വത്രം. എല്ലാം ചുരുക്കി പറഞ്ഞാൽ എൻ്റെ 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 സ്വത്രം. ദൈവത്തിൻ്റെ പ്രതീക്ഷ. നിങ്ങൾ ഇന്ന് വരെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു വാക്യം നമ്മൾ വായിക്കാൻ പോവാം വേദപുസ്തകത്തിൽ നിന്ന്. നിങ്ങൾ പക്ഷേ ഇന്ന് വരെ അത് കേട്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയം. ഞാൻ സഞ്ചരിച്ചിടത്ത് നിന്ന് ദിസ് ഇസ് ദ 5th continent ദാറ്റ് ഐ എം പ്രീച്ചിങ്. ഞാൻ ഈ പ്രസംഗിച്ചിടത്തിൽ 99% അവർ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ്. എൻ്റെ കണ്ണിലോട്ട് നോക്കിയാൽ നൈസ്. എനി വൺ ഓഫ് യു എവർ ഹേർഡ് ദാറ്റ് ജീസസ് ഇസ് എ HARD ഹാർഡ് മാൻ? നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആരാ കേട്ട? ആരാ? Flip. Matthew chapter 25 verses 25, please. While you are taking that passage, let me explain that passage. നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ, ഇങ്ങനെ സമയം കുറഞ്ഞു വരുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുക. റൈറ്റ്. ഒരാളെ വിളിച്ചു 5 talent കൊടുത്തു. He doubled it and the 5 become 10. Another person 2, he made it again, he brought 4. Every talent that God entrusted, the one who invested talent in you, we must be responsible and accountable for everything that he entrusted on. നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച സകലത്തിനും നാം എന്ത് ചെയ്യേണ്ടി വരും? വാതുറന്ന് പറ. There are major 7 things that we need to accountable. അതിൽ ഒന്നാണ് നമ്മെ ഏൽപ്പിച്ച, വാതുറന്ന് പറഞ്ഞേ, താലന്തുകൾ. ഒന്ന് പറഞ്ഞേ. നിങ്ങൾ പറയുന്നില്ലല്ലോ. ഈ പറയുമ്പോൾ പയറ്റ് പറയുന്നതന്നെ ഒരു അനുഗ്രഹമാണ്. താലന്തുകൾ. 1 കിട്ടിയവൻ അവിടെ ഇരിക്കുന്നുണ്ടോ? And I afraid and I went and hid. മോനെ 24 ഒന്ന് വായിച്ചോടാ. 24 24 എന്നിട്ട് 25 yeah. ഒരു താലന്ത് യജമാനനെ അവിടെ എഴുതിക്കുന്നുണ്ടോ? Then he who had received the 1 talent came and said, Lord, I knew you to be a hard man. അതിന്റെ എക്സ്പ്ലനേഷൻ ആവാത്തത്. You will reap from where you know, so on you will collect from where you are scattered. എൻ്റെ വാലറ്റ് ദുബായിൽ കളഞ്ഞു പോയിട്ട് ഞാൻ ന്യൂയോർക്കിൽ തപ്പിയാൽ കിട്ടുമോ? Yes or no? ഞാൻ ഓസ്റ്റിനിൽ കുറച്ച് വസ്തു മേടിച്ച് കുറച്ച് വിത്ത് വിതച്ചിട്ട് can I reap it from Houston? Yes or no? Once again, look at this board, read it again. ബ്രദർ ന്യൂയോർക്കിൽ വിധിച്ചാൽ, കേരളത്തിൽ വിതച്ചാൽ, വടക്കേ ഇന്ത്യയിൽ വിതച്ചാൽ,
ഹ്യൂസ്റ്റണിൽ നിന്നോ ഓസ്റ്റിനിൽ നിന്നോ കൊയ്യാൻ പറ്റുമോ? ഒന്നുകൂടെ നോക്കിക്കേ. I heard that you are a hard man. I heard that you are a hard man. You will reap from where you not sow. വിതയ്ക്കാത്തിടത്ത് നിന്ന്. Is it possible? ഒന്നുകൂടെ പറ. Is it possible? The answer is absolutely possible. അതാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം. He will scatter somewhere and he will collect it from somewhere. So scatter it somewhere, you will collect it from somewhere. മനസ്സിലാകുന്നില്ല? എവിടെങ്കിലും വിതയ്ക്കച്ച എവിടെങ്കിലും ഒക്കെ കൊയ്യും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എവിടെങ്കിലും ഒക്കെ വിതയ്ക്ക, എവിടെങ്കിലും ഒക്കെ. റൈറ്റ്. അവർ സെൻസിറ്റീവ്. ഏറ്റവും അവസാനത്തെ വാക്യത്തിലേക്ക് ഞാൻ പോവുക. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ അങ്ങ് പോട്ടെ. റൈറ്റ്. ഹലോ, why you are here? Why you are here? To worship God. Is it? What is this? The remembrance of cross. Why we are here and what is our expectation? A great trumpet. അതല്ലേ നമ്മുടെ പ്രതീക്ഷ. ഹലോ, ഞാൻ യേശുവിനെ വിളിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടു നിർത്തിയിട്ട് ഞാൻ യേശുവിനോട് ചോദിക്കുക, അല്ല നിനക്ക് ഈ നാണമില്ലേ യേശുവേ? നിനക്ക് എങ്ങനെ, how you can blow trumpet for Indians? Because you never came and you never crucified in India. How you can expect a flock from Austin without coming and crucifying and dying and in the land of Austin? കർത്താവിന് ആഫ്രിക്കയ്ക്ക് വേണ്ടി കാഹളം ഊതാൻ പറ്റുമോ? പറ്റത്തില്ല. കർത്താവിന് ഇന്ത്യക്ക് വേണ്ടി കാഹളം ഊതാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം യേശു ഇന്ത്യയിലും വന്നിട്ടില്ല, ആഫ്രിക്കയിലും പോയിട്ടില്ല, അവിടെ ക്രൂശിക്കപ്പെട്ടിട്ടുമില്ല. അതൊക്കെ കേവലം 33 കിലോമീറ്റർ ചുറ്റളവിൽ 33 വർഷം കൊണ്ട് അവിടെ അല്ലേ ചെയ്തത്? അതാണോ അതിൻ്റെ ഉത്തരം? അതാണോ അതിൻ്റെ ഉത്തരം? അവൻ യെരൂശലേമിൽ വിതച്ചു, 5 വൻകരയിൽ നിന്നും കൊയ്യും. അവൻ ബേത്ലഹേമിൽ ജനിച്ചു, ഇസ്രായേൽ യെരൂശലേമിൽ വളർന്നു, നസ്രത്തിൽ വളർന്നു, യെരൂശലേമിൽ അവൻ ക്രൂശിക്കപ്പെട്ടു. അവൻ അവിടെ ഒരു അൻപത്തിക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. അതുകൊണ്ട് രക്ഷ അവർക്ക് വേണ്ടി മാത്രമല്ല അവിടെ വിതച്ചത്. ഓസ്റ്റിനിൽ നിന്ന് അവൻ കൊയ്യുമെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് അവൻ കൊയ്യുമെങ്കിൽ, ഹീസ് എ ഹാർഡ് മാൻ. അവൻ എവിടെങ്കിലും വിതച്ചാൽ ഭൂമിയിൽ നിന്ന് എല്ലായിടത്തും കൊയ്യും. ഇന്ന് രാത്രി ഈ പകൽക്കാലം ആ വചനം ഞാനൊന്ന് പറഞ്ഞു നിർത്താൻ തുടങ്ങുകയാ. സ്തോത്രം. ഒരിക്കൽ കൂടെ ആ ക്രൂശിനെ നോക്കി പറ, അന്ന് മരിച്ചതുകൊണ്ട് ഇന്ന് എനിക്ക് നിത്യജീവൻ കിട്ടിയെങ്കിൽ ആ നിത്യജീവൻ്റെ അംശികളോട് ഞാൻ പറയുക, എവിടെങ്കിലും ഇതൊക്കെ എവിടെങ്കിലും കൊയ്യും, എവിടെങ്കിലും ഇതൊക്കെ എവിടെങ്കിലും കൊയ്യും, എവിടെങ്കിലും ഇതൊക്കെ എവിടെങ്കിലും കൊയ്യും. ഇന്ന് രാത്രി പകൽക്കാലം പരിശുദ്ധാത്മാവ് സഭയോട് പറയുക, ഈ രാജ്യത്ത് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ട്രാക്ട് നീ എവിടെങ്കിലും ഇതൊക്കെ എവിടെങ്കിലും ഒക്കെ കൊയ്യുമെന്ന്. അറ്റ്ലീസ്റ്റ് ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുന്ന. നമുക്കൊരു ഹാർഡായ സ്ഥലമാ ലിഫ്റ്റിൽ കയറുക. ഞങ്ങളുടെ അവിടെ എല്ലാം ലിഫ്റ്റുകളാണ് മുഴുവൻ. കാര്യം അവിടെ എല്ലാം കെട്ടിടം അടുക്കടുക്കായിട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ സഭായത്തിന് ഇപ്പോൾ ഇരിക്കുന്ന പോലെ. കമോൺ, ആ ആളെ നോക്കി ഒന്ന് ചിരിക്കാൻ, അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് ചിരിച്ച്. എന്ത് രസമുണ്ടാ ചിരിച്ചാൽ മതി. അല്ലല്ല, നിങ്ങൾ തമ്മിൽ ഇടക്കിടക്ക് ചിരിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കി, അച്ചായനെ നോക്കി ചിരിച്ച്. നോക്കിയില്ലല്ലോ. സ്വത്രം ഒന്ന് തമ്മിൽ ചിരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. He is a hardest person that you are going to ever face without any compromise. അതുകൊണ്ട് നിങ്ങളിൽ പലരും നന്മ അനുഭവിക്കുന്നത് ആരോ നാട്ടിലൊക്കെ വിതച്ചത് കൊണ്ടാണ്. ആരോ നാട്ടിലൊക്കെ വിതച്ചത് കൊണ്ടാണ്. എൻ്റെ വീട് മാവേലിക്കര ചെട്ടുവിളങ്ങര റോഡ് സൈഡിലാണ്. ഉപദേശിമാരിങ്ങനെ അന്നത്തെ കാലത്ത് ഇയേഴ്സ് ബാക്ക് 40 ഇയേഴ്സ് ബാക്ക് അവരിങ്ങനെ തെരുവിൽ കൂടെ വിളിച്ച് പറഞ്ഞ് ട്രാക്റ്റൊക്കെ കൊടുത്ത് സുവിശേഷം പറഞ്ഞ് ഇങ്ങനെ പോകും. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ടാണ് വന്ന് കയറുന്നത്. സ്വത്രം. അന്ന് ആ റോഡ് സൈഡിലൊരു ബന്ധുക്കോസുകാരുടെ വീട് ഞങ്ങളുടെ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഫുഡ് എടുത്ത് 7 മക്കളുടെ കഞ്ഞിയും കൂടെ എടുത്ത് ഊറ്റി അമ്മ ആ പാസ്റ്റർക്ക് വെച്ച് കൊടുക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ കറിയൊക്കെ എടുത്ത് ആ പാസ്റ്റർക്ക് വെച്ച് കൊടുക്കും. അന്നേരം പാസ്റ്റർക്ക് ഒന്ന്
കഴിച്ച് അന്നത്തെ പാസ്റ്റർമാരൊക്കെ കഴിക്കുകയും ചെയ്യുമായിരുന്നു. കഴിച്ച് തൃപ്തിപ്പെടാനുള്ളതേ ഉള്ളൂ. സ്തോത്രം. അതിനുശേഷം ആ ദൈവദാസന് പോയി കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആഹാരമൊന്നുമില്ല, പിന്നെ കഞ്ഞിവെള്ളമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ അമ്മയുടെ ചുറ്റും, ഞങ്ങൾ 7 മക്കളാണ്, വഴക്കിടുമായിരുന്നു. ഇപ്പം വലിഞ്ഞു കയറി വന്ന് ഉപദേശിയാണോ പെറ്റു വളർത്തിയ ഞങ്ങളെയാണോ വേണ്ടുന്നത്? എൻ്റെ അമ്മയ്ക്ക് തിയോളജി ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് അമ്മ പറയുമായിരുന്നു, കർത്താവ് എവിടെ നിന്നെങ്കിലും ഒക്കെ തരുമെന്ന്. തിരിച്ചറിയുന്നവർ സ്തോത്രം പറ. ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിലും കർത്താവിൻ്റെ ദാസി സ്തോത്രം സന്തോഷത്തോടെ എൻ്റെ മുമ്പിൽ ആ ഫുഡ് വിളമ്പി തരുമ്പോൾ, എവിടെയോ നിന്ന് കയറി വന്ന തെരുവിൽ വിളമ്പിയ ഉപദേശിക്ക് കൊടുത്ത ചോറ ഞാൻ കഴിച്ചതെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ഒരു ചായ ഞാൻ കുടിച്ചപ്പോൾ വഴിയെ പോയ ദൈവദാസനെ വിളിച്ചു കയറ്റി ഒരു ചായ കൊടുത്തതിൻ്റെ നന്മയാണ് ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ദൈവരാജ്യത്തിനിടുന്ന ഓരോ ചില്ലി പൈസയും, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് വേണ്ടി മുടക്കുന്ന ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡും നിത്യതയുടെ പ്രതിഫലമായി തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞാട്ടെ. തിരിച്ചു വരുമെന്ന്. ഗ്ലോറി ജീസസ്. ഹീ ഈസ് ദ ഹാർഡസ്റ്റ് പേഴ്സൺ. അതുകൊണ്ട് ഓസ്റ്റിനിൽ തന്നെ വിതച്ച് ഓസ്റ്റിനിൽ നിന്ന് തന്നെ കൊയ്യാമെന്ന് വിചാരിക്കരുത്. ഇവിടെ വിതയ്ക്ക്. ഒന്നെങ്കിൽ നിൽക്കല്ലേ നിൻ്റെ തലമുറയ്ക്ക് തമ്പുരാൻ എവിടെയെങ്കിലുമൊക്കെ കൊയ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ സ്തോത്രം പറയാൻ. എൻ്റെ ജീവിതാനുഭവങ്ങളെ ആയിരം അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താൻ തുടങ്ങുകയാണ്. സ്തോത്രം. നിത്യജീവനിൽ കടക്കുന്നവൻ്റെ ഒരു പ്രത്യേകതയോടെ പറഞ്ഞോട്ടെ ഒന്ന്. ആ ഒരു താലന്ത് കിട്ടിയവൻ ആ താലന്ത് അതുപോലെ തിരിച്ചു കൊടുത്തു. നത്തിങ് ലെസ്. വാ തുറന്നു പറ. നത്തിങ് ലെസ്, നത്തിങ് മോർ. കർത്താവെ, നീ തന്നു, ഞാനത് തിരികെ തരുന്നു. സ്തോത്രം. കർത്താവെ, നീ എനിക്കൊരു ഭാര്യയെ തന്നു. കർത്താവെ, എനിക്കൊരു ഭർത്താവിനെ തന്നു. എനിക്ക് 2 മക്കളെ തന്നു. ഒരു പരുവത്തിന് ഞാൻ അവരെ ഇവിടെ എത്തിച്ചു. സ്തോത്രം. ഉടനെ കർത്താവ് പറയും, മോളെ, നീ എന്തൊക്കെ ചെയ്തു? ഞങ്ങളുടെ ദുബൈയിലൊക്കെ ചില ചർച്ചിൽ ആൾ വരാത്തതിൻ്റെ പലരും ചർച്ച വരാതെ അച്ചായൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇച്ചിരി ഊണ് കൊടുക്കണം. അതുകൊണ്ട് ഇന്നത്തെ സഭായോഗത്തിന് നല്ലതാ. സ്തോത്രം. നിത്യതയെ ചെല്ലുമ്പം എൻ്റെ കണ്ണിലോട്ടം നോക്കിക്കേ. നിത്യതയെ ചെല്ലുമ്പം കർത്താവ് വിളിക്കും, നല്ലവളും വിശ്വസ്തലുമായ എൻ്റെ ദാസിയെ, നിൻ്റെ ഭർത്താവ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ നീ ഊണ് കൊടുക്കാൻ വേണ്ടി സഭായോഗം മുടക്കിയല്ലോ, നിനക്കിരിക്കട്ടെ ജീവകിരീടം. നിങ്ങളെത്ര ശ്രമിച്ചാലും യു കനോട്ട് ബി എ ഗുഡ് ഫാദർ, യു കനോട്ട് ബി എ ഗുഡ് മദർ. ബൈബിളിൽ ആ വാക്യം എഴുതിയിട്ടുണ്ട്, ദോഷികളായ നിങ്ങൾ. അങ്ങനല്ലേ വാക്യം? നമ്മൾ എത്ര നന്മ ചെയ്താലും എന്തുവാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. $90 ലക്ഷം 2 മക്കൾക്കായി ഒരപ്പൻ വിഭജിച്ചു. നിങ്ങൾ ആ അപ്പനോട് മോനോട് ചോദിക്കണം, മോനെ, ഹൗ ആർ യു സാറ്റിസ്ഫൈഡ്? ഒരു 5 ലക്ഷം കൂടെ ആക്കായിരുന്നെങ്കിൽ അത് 50 ലക്ഷം. യു ക്യാൻ സാറ്റിസ്ഫൈ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി മനുഷ്യനോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊരു പഠനമുണ്ട്, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി. ഇപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കുമ്പോൾ, ഇപ്പം ഞാൻ ചോദിക്കുക, എന്തേ മക്കളെന്തേ? ഒരുത്തൻ ലണ്ടനിലുണ്ട്, ഒരുത്തൻ ദുബൈയിലുണ്ട്. എന്ന ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ നിയമം. ഹലോ, നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ച്, അപ്പനെക്കുറിച്ച്, അമ്മയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എന്താ നിങ്ങളുടെ ഓർമ്മ? നമുക്കൊരു നല്ല അപ്പനായിട്ടിരിക്കാൻ, നല്ല അമ്മയായിട്ടിരിക്കാൻ. എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തെ അങ്ങ് സേവിക്കുക. തലമുറകളെ കൊണ്ട് തമ്പുരാൻ പറയിപ്പിക്കും. അവർ ഞങ്ങളെ മാനിച്ചതിനേക്കാൾ കൂടുതൽ ദൈവത്തെ, സ്തോത്രം, ആ ഒരു നല്ല പേര് കേൾക്കുവാൻ, ആ ഒരു നല്ല വാക്ക് കേൾക്കുവാൻ. സ്തോത്രം. നമ്മുടെ കൈകളിൽ ഓരോ ട്രാക്റ്റൂടെ എക്സ്ട്രാ ഒന്ന് കരുതുവാൻ. ഇങ്ങോട്ട് വരുമ്പോൾ ആ ഇലത്തുകാരനെയോ അല്ലെങ്കിൽ ആ സ്നേഹിതനെയോ ഒന്ന് വിളിക്കാൻ ഒരു എക്സ്ട്രാ പേ ചെയ്യുവാൻ.
അതുവഴി ഒന്ന് കറങ്ങിപ്പോയാൽ ഒരാളെയും കൂടെ വണ്ടിക്കകത്തൊന്ന് കയറ്റാൻ ഒരു എക്സ്ട്രാ മൈൽ സഞ്ചരിക്കുവാൻ. നിങ്ങളുടെ പാസ്റ്ററെ വിളിച്ച് നല്ല ചില കാര്യങ്ങൾ പറയുവാൻ, മനസ്സിൽ തളർന്നിരിക്കുന്ന ആരോടെങ്കിലും ഒരു നല്ല വാക്ക് പറയുവാൻ, എന്നെ കൊണ്ടാകുന്ന ഒരു എക്സ്ട്രാ മൈൽ അധികം ചെയ്യുവാൻ. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്നുകൂടെ പറയാം, അത് ചെയ്തില്ലെങ്കിലും ഞാൻ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇഫ് ഐ ഡയറക്ട്ലി സ്റ്റാർട്ട് മൈ കോൾ ആൻഡ് റീച്ച് ഹിയർ, നോ പ്രോബ്ലം. നിങ്ങളിങ്ങ് വന്നല്ലോ, നോ പ്രോബ്ലം. ബട്ട് യു ആർ ഓൺ ദ ഫസ്റ്റ് മൈൽ വെൻ യു ആർ ഡൂയിങ് സംതിങ്. ശമര്യക്കാരൻ്റെ കഥയിലൊരു പദം കൂടെ പറഞ്ഞ് ഞാനൊന്ന് നിർത്തിക്കോട്ടെ. ശമര്യക്കാരൻ അവൻ്റെ മുറിവിൽ വീഞ്ഞും എണ്ണയും പുരട്ടി 2 നാണയം കൊണ്ടുവന്ന സത്രക്കാരനെ ഏൽപ്പിച്ചിട്ട് ഒരു വാക്കിങ്ങനെ പറഞ്ഞു, അധികമായി. ഒന്ന് പറഞ്ഞിട്ടെ, അധികമായി. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ വരുമ്പം. കയ്യിൻ്റെ ചോദ്യം എന്താണെന്നറിയാമോ? ആം ഐ ദ ഗാഡ് ഓഫ് മൈ? യെസ്, യു ആർ. ഇന്ന് ആ ഒഴിഞ്ഞ സീറ്റ് നോക്കി കർത്താവെ, ആളെ കണ്ടില്ലെന്നൊരു വാക്ക് പറയുവാൻ, ഒരു ഹൃദയവേദനയോടൊന്ന് പ്രാർത്ഥനാ മുറിയിൽ കയറുവാൻ, എന്താ സഹോദര, എന്താ സഹോദരി എന്ന് കണ്ടില്ലല്ലോ എന്നൊന്ന് ചോദിക്കുവാൻ, ഒരാളെ കൂടെ എടുക്കുവാൻ, കർത്താവെ ഒരു എക്സ്ട്രാ മൈലും കൂടെ നടക്കുവാൻ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ. റിക്വസ്റ്റ് ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. God's primary concern is His church. And church is the manifestation of the resurrection of Christ. And church is the miniature of heaven. സ്വർഗീയ സന്തോഷത്തിൻ്റെ പൂർണ്ണതമായി വെളിപ്പെടുന്നത് അവൻ്റെ സഭയിലാണ്. കർത്താവേ, എൻ്റെ മുമ്പിൽ കൂടെ പോയ അയാൾ എന്നോട് പറഞ്ഞത് അയാൾ ഡാലസിലേക്ക് പോകുന്ന ചിക്ക, ശരിക്കും അയാൾ നരകത്തിലേക്കാണ് പോകുന്നത്. നിന്നെ ഒന്ന് ക്രോസ് ചെയ്തപ്പോൾ ഒരു വാക്ക്, ഒരു തേജസ്സിൻ്റെ പുഞ്ചിരി, ഒരു സന്തോഷത്തിൻ്റെ പുഞ്ചിരി, ഒരു നല്ല വാക്ക് പറയുവാൻ ആ ഷെയ്ഖാൻ്റെ കൊടുത്തപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു ബ്ലെസ്സിങ് വേർഡ് പറയുവാൻ. എൻ്റെ കൂട്ടുകാരൻ രോഗിയാണ്, കൂട്ടുകാരി രോഗിയാന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു എന്നൊരു വാക്ക് പറയുവാൻ, ഒരു രോഗസൗഖ്യത്തിൻ്റെ വാക്ക് പറയുവാൻ. കർത്താവെ, അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്യുന്നത് ഒരു എക്സ്ട്രാ മൈല. പരിശുദ്ധാത്മാവ് ഈ യോഗത്തിൽ ചിലർ ഒരു എക്സ്ട്രാ മൈൽ നടക്കുവാൻ വിളിക്കുകയാണ്. അടുത്ത 3-4 മിനിറ്റ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു എക്സ്ട്രാ മൈൽ നടക്കുവാൻ കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്ന്. കർത്താവെ, ഒരു എക്സ്ട്രാ മൈൽ നടക്കുവാൻ, ഒരു ട്രാക്റ്റ് കൊടുക്കുവാൻ, ഒരാളെ ഒന്ന് ഫോണിൽ വിളിക്കുവാൻ, കർത്താവെ ഒരാളോട് ആ സ്നേഹം ഒന്ന് പങ്കുവയ്ക്കുവാൻ, കർത്താവെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന്. കർത്താവെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന്. ഹല്ലേലൂയ. കർത്താവെ, ചിലതിൽ നിന്ന് മാറി നിന്നത് ഞാൻ എൻ്റെ ഉറക്കത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ബിക്കോസ് ഐ ലവ് മൈ ബെഡ്. കർത്താവെ, ഞാൻ അതിൽ നിന്ന് മാറി നിന്നത് ബിക്കോസ് ഐ ലവ് മൈ ലോൺലിനെസ്, ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. എന്നാൽ ദൈവം നിന്നെ കൂട്ടമായി ചിലതിലേക്ക് വിളിക്കുകയാണ്, ചില നിയോഗങ്ങൾക്കായി വിളിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ടീം, അവരുടെ ആരാധന വളരെ സ്വർഗം ഇറങ്ങി വരുന്ന, ഞാൻ അതിനകത്ത് ചിലരുടെ നാവിന്മേൽ സ്വർഗത്തിൻ്റെ തേജസ്സും കൂടെ ഇറങ്ങി വരുന്ന കണ്ടു. ഈ ഹോളിനകത്തൊരു ദൈവകൃപയുടെ വ്യാപാരം നിലനിൽക്കുകയാണ്. കർത്താവെ, എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് പറയുവാൻ, ഒരു എക്സ്ട്രാ മൈൽ നടക്കാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് പറയാൻ. ഞാനിപ്പോൾ കൊടുക്കുന്നതിൽ നിന്ന് 1 രൂപ ദശാംശം ഈസ് ദ ഫസ്റ്റ് മൈൽ. ഐ വിൽ പേ സംതിങ് എക്സ്ട്രാ. അതൊരു എക്സ്ട്രാ മൈൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എന്നെ ഈ സഭ കഴിഞ്ഞ 3 ദിവസമായി ഉപവാസത്തിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. അതിൻ്റെ ക്രൂഷ്യൽ നിമിഷത്തിൽ കർത്താവെ, എൻ്റെ മേലൊരു ഇവാഞ്ചലിസ്റ്റിക് കോളിംഗ് ഉണ്ട്. കർത്താവെ, എനിക്ക് അതിനൊരു എൻഹാൻസ്മെൻറ്റ് തരണമെന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ, ഞാനൊരു എക്സ്ട്രാ മൈൽ നടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാൻ. ടുഡേ ഐ ഹേർഡ് ദാറ്റ് യു ആർ എ ഹാർഡ് മാൻ. എവറിത്തിങ് ദാറ്റ് യു ഇൻട്രസ്റ്റഡ് ഓൺ മീ, everything that you interested on me, everything that you interested on me, I am accountable. കർത്താവെ, എനിക്ക് ആ ചിന്തയൊന്ന് തരണമെന്ന്. വാനമേഘങ്ങളിൽ കാഹളമോതുമ്പോൾ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന്, ഞാനായിരിക്കുന്ന പട്ടണത്തിൽ നിന്ന് ലക്ഷോപലക്ഷം നിത്യതയ്ക്കായി ചേർക്കപ്പെടുവാൻ, അങ്ങ് പ്രതിഫലം വിഭജിക്കുന്ന ദിവസത്തിൽ ആ വിക്ടറി സ്റ്റാൻഡിൽ എനിക്ക് ഒന്ന് കയറി നിൽക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന്.
ഒരു ദൂതൻ ഇതിനകത്തൂടെ സഞ്ചരിക്കുന്നുണ്ട്. ചിലരെ ഇന്ന് നിയോഗിക്കാൻ ഒരു ദൂതൻ ഇതിനകത്തൂടെ നടക്കുന്നുണ്ട്. ദൈവം നിന്നോട് ചോദിക്കുന്നു, ആ നാവിനെ ഒന്ന് വിട്ടുതരാൻ തയ്യാറാണോ? ദൈവം ചോദിക്കുന്നു, ആ വാക്കുകൾ എനിക്ക് വേണ്ടി ഒന്ന് വിട്ടുതരാൻ തയ്യാറാണോ? ഞാൻ ഇന്ന് ചിലത് ചെയ്തെടുക്കാൻ തുടങ്ങുകയാണ്. യേശുവെ, ചിലത് ചെയ്തെടുക്കാൻ തുടങ്ങുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ കൊയറൊരു പാട്ട് പാടുന്ന സമയത്ത് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, കർത്താവേ എനിക്കൊരു ബോൾഡ്നെസ് ആവശ്യമുണ്ട്, എൻ്റെ ഷൈ ഒന്ന് മാറണം, എന്നെ ഒന്ന് കർത്താവ് ഒരു ബോൾഡ് വിറ്റ്നസ് ആക്കണമേ എന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഐ ആം റെഡി ടു വാക്ക് ഇഫ് യു കോൾ മീ ടു വാക്ക് ആൻ എക്സ്ട്രാ മൈൽ. കർത്താവേ, ഞാൻ അതിന് തയ്യാറാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഐ റിക്വസ്റ്റ് കൊയർ ഒരു പാട്ട് പാടിയാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, ഇഫ് യു ജെനുവിൻലി സീക്ക് ഡിവൈൻ അസിസ്റ്റൻസ്, ഡിവൈൻ സപ്പോർട്ട്, ഡിവൈൻ ഹെൽപ്പ്, നിങ്ങൾ നിൽക്കുന്നിടത്ത് കൈവക്കിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ആർക്കെങ്കിലും കർത്താവ് എനിക്കൊരു എക്സ്ട്രാ മൈൽ നടക്കാൻ ആഗ്രഹമുണ്ട്, ആ പൊങ്ങുന്ന കൈകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ആ പൊങ്ങുന്ന കൈകൾ സമർപ്പണത്തിനായി ദൈവത്തിന് നന്ദി പറയുക. ഓ ഹല്ലേലൂയ, കർത്താവേ, ഒരു എക്സ്ട്രാ മൈൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ നിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന്. എന്നും ആ ഒന്നാമത്തെ മൈലിൽ ഹീലിംഗ് മാത്രം അനുഭവിക്കുന്നവനല്ല, രണ്ടാമത്തെ മൈലിൽ യേശുവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ, ചില ത്യാഗം സഹിക്കുവാൻ എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാരുണ്ട്? കാര്യങ്ങളെ ഉയർന്നിരിക്കട്ടെ, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തിൽ കൈകൾ ഉയർത്തിയിരിക്കുന്ന എല്ലാ ഹസ്തങ്ങളെയും യേശുവിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം അവർ സമർപ്പിച്ച സമർപ്പണത്തിന്റെ മേൽ ഇന്ന് മുതൽ അവരുടെ നാവുകളൊക്കെ ഒരു സുവിശേഷകരുടെ നാവായി തീരട്ടെ. ഈ സഭയുടെ അതിരുകളെ വിശാലമാക്കുവാൻ, ഇതിന്റെ അതിർത്തികളെ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി വില പറയുവാൻ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ ഈ സഭയ്ക്ക് ഓസ്റ്റിൻ വർഷിപ്പ് സെന്ററിന് ഇതിന് വളരെ വളർച്ച ഞാൻ കാണുന്നു, വളരെ പ്രോസ്പെറിറ്റി ഞാൻ കാണുന്നു. ദൈവം ബ്ലസ് ചെയ്യട്ടെ. താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ്.